ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. ഒന്നുകിൽ അവരെ ഇത്രയും ഉന്നതമായ ഉദ്യോഗസ്ഥർ അവർ എറണാകുളത്തു നിന്നും ദൂരപ്രദേശത്തു നിന്നും ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായി ഇവിടെ വരെ വന്നിട്ട് ആ ചർച്ച നടക്കരുത് എന്ന് ആഗ്രഹിച്ച് ആ ചർച്ച നടത്താതിരുന്നത് അല്ലെങ്കിൽ അത് സമ്മതിക്കാതിരുന്നത് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ്. ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി അടക്കം അതിലിടപെട്ടാണ് ആ ചർച്ച നടത്താതെ പോലീസിനെ കൊണ്ട് ബലമായി ആ ഡെഡ് ബോഡി ഇടിപ്പിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം വൈകിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വ്യാപകമായി ഒരു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന്റെ പശ്ചാത്തലത്തിൽ ഞാനും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുകയും ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ASP അടക്കമുള്ളവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും DCC പ്രസിഡന്റും തീർച്ചയായിട്ടും നിയമ നടപടികളോട് സഹകരിക്കുമായിരുന്നു. പക്ഷെ അത് പറയാതെ വൈകുന്നേരം രാത്രി ഇരുട്ടിന്റെ മറവിൽ DCC പ്രസിഡന്റ് ഈ സമരപ്പന്തൽ വിട്ടങ്ങ് ഇറങ്ങിയ സമയത്ത് പോലീസ് ഈ സാധാരണ ഈ കുട്ടികളെ തട്ടിപ്പോകും പോലെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ ബലമായി പിടിച്ചുകൊണ്ട് പോയത് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനുശേഷം ഇവിടെ അക്രമം ഉണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് പോലീസ് പ്രകോപനം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ആയി ചെയ്തു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത വലിയ സാമ്പത്തികമായിട്ടുള്ള പരാജയം, സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഒക്കെ ജനം വലുതായി ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു. അതിന്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിച്ചതെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെയുണ്ടായ സംഘർഷങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ അതിക്രമമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.